പട്ടയെന്നും പറഞ്ഞാണ് ഇത് വലിച്ചു കയറ്റണത് നമ്മൾ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ അവിടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഡ്യൂക്ക് 390യുടെ ഒരു മോഡിഫിക്കേഷൻ റിവ്യൂ ആണ്. എനിക്ക് ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് അങ്ങനെ ചെയ്യാൻ അറിയത്തില്ല, കാരണം നമ്മളിങ്ങനെ ചെയ്തത് തന്നെയല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ റിവ്യൂ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ 2023 മോഡൽ ഉണ്ടാക്കിയത് ഒരു കമ്പനിക്കാരൻ്റെ വണ്ടിയാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഞാൻ പറഞ്ഞു വരുമ്പോൾ തെറ്റിപ്പോവും. MDയുടെ ഇങ്ങനെ ഒരു റിവ്യൂ എടുത്തപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പം വീഡിയോയിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ 2022-23 BS6 മോഡലാണ്. 22-23 ഉണ്ടാക്കി. ഇത് ചെയ്തേക്കണം മോഡിഫിക്കേഷൻ എന്താണെന്നൊക്കെ വെച്ചെന്നാൽ ആദ്യം ചെയ്യാൻ ഒരു ടെയിൽ ടേഡി അസംബ്ലി ചെയ്തിട്ടുണ്ട്. മോഡിഫിക്കേഷൻ വലിയൊന്നും ചെയ്തിട്ടില്ല, ടെയിൽ ടേഡി അസംബ്ലികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മിറർ ഊരിക്കളഞ്ഞിട്ടുണ്ട്. വേറെ അങ്ങനെ ഒന്നും എടുത്തിട്ട് ചെയ്തിട്ടില്ല. മിറർ ഊരിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെ ഉണ്ട്. മറ്റേ ഫക്റ്റേഴ്സ് ഇവിടെ മിഷൻ ഫാസ്റ്റ് എന്നും പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ട്. വേറെ അങ്ങനെ കുത്തിയൊന്നും ചെയ്തിട്ടില്ലേ. പിന്നെ ഇതിനെക്കുറിച്ച് എങ്ങനെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിയത്തില്ല. നമ്മൾ FC ഓടിച്ച് നടന്നിട്ട് പെട്ടെന്ന് ഡ്യൂക്ക് 390 കയറിയപ്പോൾ നല്ല ഇത് നമ്മളിങ്ങനെ വലിച്ചണ്ട് പോണ പോലെ നമുക്ക് തോന്നണത്. എന്തായാലും ബാക്കി ഓടിച്ചണ്ട് പറയാം. ടോപ്പിൻ്റെയൊന്നും ഓടിക്കാൻ പറ്റത്തില്ല, എന്നാലും മാക്സിമം നമുക്ക് സ്പീഡും കയറ്റി നോക്കാം. എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. പട്ടയെന്നും പറഞ്ഞാണ് ഇത് വലിച്ചു കയറ്റണത് നമ്മൾ. ൊക്കെ പുഷ്പം വരെയാണ് കേസ് കയറുന്നത് വണ്ടി. വണ്ടി ഒരു രക്ഷയില്ല. എന്താ കുറച്ചുകൂടെ കയറ്റണ മോനെന്നാണ് വണ്ടി പറയണത്. നല്ലൊരു കംഫർട്ട് തന്നെ ഉണ്ട് വണ്ടി, നമുക്ക് ഓടിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും. ഫോണിൽ ചിലപ്പോൾ പറന്നു പോയി, അതാണ് ഞാൻ കൂടുതൽ സ്പീഡ് കയറ്റാത്തത്. ക്യാമറ ആയിരുന്നു നമുക്ക് പിന്നെയും കയറ്റായിരുന്നു വണ്ടി. എന്തായാലും നമുക്ക് അവിടെ പുത്തനമല്ലി കയറിയിട്ട് മാക്സിമം സ്പീഡ് കയറ്റാം. മാക്സിമം അല്ല, ഒരു ഏകദേശം ഈ റോഡെ പറ്റാവുന്നത്ര നോക്കാം. പിന്നെ ഇത് കണ്ട ആരും അനുകരിക്കരുത് ഗൈസ്. ഞാൻ വീഡിയോ പർപ്പസിനായിട്ട് മാത്രമായിട്ട് ചെയ്യണതാണ്, അല്ലാതെ ഞാൻ മയാണ് പോണത്. ഇതിലേക്ക് കൂടുതൽ ഇവിടെ കയറ്റാൻ പറ്റിയല്ല. വണ്ടി എന്തായാലും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ചെറിയ ഇപ്പം ഡ്യൂക്ക് എടുക്കാൻ 390 ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ചെറിയ വണ്ടിയൊക്കെ ഓടിച്ചും അത്യാവശ്യം പവർ കുറഞ്ഞ വണ്ടി ഓടിച്ചിട്ട് പെട്ടെന്ന് കയറി 390 എടുത്തിട്ട് നമ്മൾ കൈ കൊടുക്കാൻ നിന്നാൽ ഇതിൻ്റെ പവർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് കാര്യത്തില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം BS3 NS-ഉം അതും ഇതൊക്കെ ഓടിക്കണം, കാരണം അത്യാവശ്യത്തിൻ്റെ ഇത് അറിയാം. അത് കാരണമാണ് ഞാൻ ഇത്ര അടുത്ത് കഴക്കണ കേസ്. ഇവിടെ നല്ല കളക്ഷനുണ്ട്, നമുക്കൊരു റിയാക്ഷനും കൂടെ നോക്കാം. കിറുക്കം വല്ലതും ഉണ്ടോയെന്ന് അറിയത്തില്ല, ഇന്ന് എലക്ഷൻ്റെ സംഭവമൊക്കെ ആയിരുന്നേ.
വണ്ടി അങ്ങോട്ട് എടുത്ത് പറപ്പിക്കാണ്. എനിക്ക് എന്നെ പറയണമെന്ന് അറിയത്തില്ല. ലോ ഫ്യൂലൊക്കെയാണ് കാണിക്കുന്നത്. ഇത് അത്യാവശ്യം പെട്രോൾ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് തിരിച്ചു പോകാം ഗൈസ്. ഞാനിപ്പോൾ ഈ പറയണത് കേൾക്കണുണ്ടാന്ന് എനിക്കറിയത്തില്ല. മൈക്ക് ഞാൻ കുത്തിയായിരുന്നു, പക്ഷേ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ആ എടുത്ത ഒരു ഇതിൽ തന്നെ നേരെ പോയിക്കൊണ്ടിരിക്കുക. റിയാക്ഷൻ നിങ്ങൾ കണ്ടാന്ന് എനിക്കറിയത്തില്ല. വണ്ടി ഒരു രക്ഷയില്ല. ഇത് കുറച്ചുകൂടെ സ്പീഡ് കയറ്റണമെന്നുണ്ട്, പക്ഷേ ഇത് ഈ റോഡേ നടക്കത്തില്ല. അത് കാരണമാണ് ഞാൻ പിന്നെ ഇങ്ങനെ മടിച്ച് നിൽക്കണത്. പുഷ്പം പോലെയാണ് 90 അടിക്കണത്. ഇത് പട്ടയെന്നും പറഞ്ഞാണ് 90 കയറിയേക്കണത് വണ്ടി. ഇത് BS6 ആണ്. BS4 ആണെങ്കിൽ ഇച്ചിരൂടെ പവർ ഉണ്ടാവും. ഇത് BS6 ഉണ്ടല്ല, BS4 ആണെങ്കിൽ അപ്പോൾ ഇച്ചിരൂടെ നല്ല ഇതിലായിരിക്കും കയറണത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. നിങ്ങളിപ്പോൾ ഒരു കുറഞ്ഞ വണ്ടി എടുത്ത് വെച്ചു പെട്ടെന്ന് 390 കയറി കൈ കൊടുക്കാൻ നിൽക്കല്ലേ. അങ്ങനെ കൈ കൊടുക്കാൻ നിന്നാൽ ചിലപ്പോൾ ചത്തുപോയെന്നിരിക്കും. അതുകൊണ്ടാണ് പറയണത്. കേസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. ഏകദേശമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ അറിയത്തില്ല. ഇതിൻ്റെ മീറ്ററിനൊക്കെ ഡിജിറ്റൽ മീറ്ററൊക്കെയാണ്. ഇതിൻ്റെ എന്തോ സ്വിച്ച് കൺട്രോൾ കുറേ സംഭവമൊക്കെ ഉണ്ട്. എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയത്തില്ല. അറിയാവുന്ന പോലെയൊക്കെ ഞാൻ കിൽ സ്വിച്ചോ കൈ കൊണ്ടാണ് കേസ്. അറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കൊരു 1000 സബ് ആയതിന് ഇനി കുറച്ചുകൂടെ മതി. 1000 സബും വാച്ചേഴ്സൊക്കെ കൂടി എന്നാലും നമ്മുടെ മോണിറ്റേഷനൊക്കെ ഓണാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എന്തായാലും ടാറ്റ ബൈ.